ഹായ് ഗായ്സ്, ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് എനിക്ക്. കാരണം രാവിലെ ആ മൂന്നാമത്തെ ആഴ്ച ഇന്നാണ് കംപ്ലീറ്റ് ആവുന്നത്. അതെ, ഡോക്ടർ പറഞ്ഞ ആ മൂന്നാമത്തെ ആഴ്ച കംപ്ലീറ്റായി. ഇന്ന് കാലിലെ പ്ലാസ്റ്റർ അഴിക്കാൻ വേണ്ടി അതീവ സന്തോഷവതിയായിട്ട് ഞാൻ പോവുകയാണ്. ഞാനല്ല, നമ്മൾ രണ്ടുപേരും. അപ്പം 2026 ഇന്ന് വരെയും ഞാൻ വലത് കാലും തറയിൽ കുത്തിയിട്ടില്ല. ഒറ്റക്കാലിൽ നൃത്തം ചെയ്യുന്ന ബാബുസ്വാമിയെ പോലെയാണ് ഞാൻ ഈ 2026 തുടക്കം മുതൽ നിൽക്കുന്നത്. 2026 എനിക്ക് വളരെ ഫ്ലോപ്പായിരുന്നു. 1-ാം തീയതി തന്നെ എനിക്ക് കിട്ടേണ്ട സമ്മാനം ആദ്യമേ തന്നു. അതും കൊണ്ടാണ് യാത്ര. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ വളരെ സന്തോഷത്തിലുമാണ് നമ്മൾ GG ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ GG ഹോസ്പിറ്റൽ എത്താറായി. GG ഹോസ്പിറ്റൽ എത്തിയപ്പോൾ എൻ്റെ വാഹനം വന്നു ഗൈസ്. അതെ, ഇപ്പോൾ ഞാൻ ഈ ചക്രത്തിലിരുന്നാണ് പോകുന്നത്. നേരെ എക്സ്റേ എടുക്കാനായിട്ട് പോയി. എക്സ്റേയുടെ റിപ്പോർട്ട് കിട്ടി. അത് വെയിറ്റ് ചെയ്യുകയാണ് ഡോക്ടറിനെ കാണിക്കാനായിട്ട്. ഇടിവിട്ടയവൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഗൈസ്. അതെനിക്ക് സംഭവിച്ചു. അതെ, ഡോക്ടർ പറഞ്ഞു വീണ്ടും 2 ആഴ്ച ഇത് തന്നെ ഇട്ടോ, പ്ലാസ്റ്റർ വീണ്ടും ഇട്ടോളാൻ പറഞ്ഞു. 2 ആഴ്ചയും കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കേട്ടപ്പോൾ ഒരു ചെറിയ ഷോക്കായി, കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് കഴഞ്ഞ് മെഴുകാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, കാലല്ലേ, ശരിയായിക്കോളും. പിന്നെ ഞാൻ അവിടെ പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും റിസപ്ഷനിലേക്ക് എത്തിക്കും. അവിടെ നല്ല അത്യാവശ്യം തിരക്കായിരുന്നു. അങ്ങനെ റിസപ്ഷനിൽ പോയിരുന്നാൽ ഒരു കോഫിയും ഒരു സമോസയും ഇതിൻ്റെ വിഷമം മാറാൻ വേണ്ടി കഴിച്ചു. അങ്ങനെ വായി നോക്കി, അവിടെ ഇരുന്ന് എല്ലാവരെയും വായി നോക്കി. ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും വലുതല്ല. എന്തായാലും ചിലവരുടെ മനസ്സിലെ ചിലവരുടെ മനസ്സിലെ കല്ലങ്ങട്ട് ഇറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അവരങ്ങനെ സന്തോഷിക്കണമെങ്കിൽ. ചിലവരൊന്നും ഉദ്ദേശിച്ചത് 1-2 പേരൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ ആൾക്കാരെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ വാവിച്ചയും കാണിക്കാനുണ്ടായിരുന്നു. വാവിച്ചയും കാണിച്ചു. പിന്നെ വാവിച്ചയും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും 2 ആഴ്ച റെസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് മേടിക്കുന്ന ഒരു ചെറിയ കട നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്, നമ്മുടെ കിങ്ങിണി ഹോട്ടൽ. അവിടെ നിന്ന് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതും പോയതിനേക്കാളും വളരെ സ്പീഡിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറിയത്. റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയപ്പോൾ എന്തായിരുന്നു മലപ്പുറം കത്തി, അത് ഇത് ചപ്പ് ചവറ്. കുഴപ്പമില്ല, ഇനിയും 2 ആഴ്ച കിടക്കാം. അതിപ്പോൾ എന്താ ചെയ്യുക. ഞാൻ അങ്ങനെ